അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ അധ്യാപക ദിനമായിട്ട് ആചരിക്കുകയാണ്. ഇവിടെ നമ്മുടെയൊക്കെ വലിയൊരു ഉസ്താദിനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. വിശുദ്ധ ഖുർആനിൽ നമ്മുടെയൊക്കെ വല്ലിപ്പ ആദം നബിയെ വിജ്ഞാനം പഠിപ്പിച്ചു കൊടുത്തതിനെ പറ്റി പറയുന്നുണ്ട്. وَعَلَّمَ آدَمَ الْأَسْمَاءَ كُلَّهَا ثُمَّ عَرَضَهُمْ عَلَى الْمَلَائِكَةِ. ആദം നബിക്ക് നാമങ്ങൾ വിജ്ഞാനം പഠിപ്പിച്ചു കൊടുത്തു. അല്ലമ എന്നാണ് പറയുന്നത്. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിച്ചതായി പറയുന്നു. വലിനുഅല്ലിമഹു മിൻ തഅ്വീലിൽ അഹാദീസ്. അവിടെയും നുഅല്ലിം, നാം പഠിപ്പിച്ചു കൊടുക്കുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. ഇനി നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുന്നുവെങ്കിൽ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരും. വത്തഖുല്ലാഹ് വയുഅല്ലിമുകുമുല്ലാഹ്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ദൈർഘ്യമേറിയ ആയത്തുദ്ദൈനിൻ്റെ അവസാനത്തിലാണ് ഇത് പറയുന്നത്. അപ്പോൾ അള്ളാഹു അല്ലമ, നുഅല്ലിമു, യുഅല്ലിമു എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ പലതും പഠിപ്പിച്ചു തരുന്നത് അള്ളാഹുവാണ് എന്ന്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ വലിയൊരു തെളിവായിട്ട് അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ, കാരുണ്യവാനാണ് അള്ളാഹു, അവൻ വിശുദ്ധ ഖുർആനെ നമുക്ക് പഠിപ്പിച്ചു തന്നു എന്നും പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരു കുട്ടി വളരുന്നതും തളരുന്നതും അവൻ്റെ അധ്യാപകനെ ആശ്രയിച്ചിരിക്കും എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ അധ്യാപകനെ എത്രത്തോളം നമ്മൾ ഇഷ്ടപ്പെടുന്നു, എത്രത്തോളം നമ്മൾ സ്നേഹിക്കുന്നു, അപ്പോൾ ആ വിഷയം നമ്മൾ ഇഷ്ടപ്പെടും, ആ വിഷയത്തിൽ നമ്മൾ വിജയിക്കും. അപ്പോൾ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഈ ജീവിതം സംവിധാനിച്ച, നമ്മെ സൃഷ്ടിച്ച അള്ളാഹുവിനെ നാം ഇഷ്ടപ്പെട്ട് അവൻ്റെ റഹ്മത്ത് തിരിച്ചറിഞ്ഞ്, ആ അള്ളാഹുവാണ് നമ്മെ ജീവിതത്തിലെ ഓരോന്നും പഠിപ്പിക്കുന്നത്. പ്രയാസങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നത് നമ്മൾ വീണ്ടും കരുത്തരാകുവാനാണ്, എന്നെ പല പാഠവും അള്ളാഹു പഠിപ്പിക്കുകയാണ് എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടെ നമ്മൾ മുന്നോട്ട് പോകണം. എല്ലാ കുട്ടികളെയും സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലെ കണ്ട് പഠിപ്പിക്കുന്ന അധ്യാപകർക്ക്, അധ്യാപികമാർക്കെല്ലാം ആശംസകൾ നേരുന്നു.